നമ്മൾ വന്നിട്ടുള്ളത് ട്രിഗണോമെട്രിയുടെ ആംഗിൾ ഓഫ് എലവേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ്. സോ ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന് നമ്മുടെ റേഷ്യോ കണക്ട് ചെയ്ത് ചോദിക്കാം, അല്ലാതെ ഒരു പെർട്ടിക്കുലർ ആംഗിൾ അതിനെ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ അല്ലേ? സോ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? സോ എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് എ റിവർ ബാങ്ക് സീ ദ ടോപ്പ് ഓഫ് എ ട്രീ അറ്റ് an angle of elevation 60 degree. Stepping 10 meter back he sees at an angle of elevation 30 degree. ഓക്കെ അല്ലേ? സിംപ്ലി പറഞ്ഞാൽ ഒരു റിവറിൻ്റെ അറ്റത്ത് അപ്പുറത്തൊരു മരം ഉണ്ട് വിചാരിക്കാം. ആ മരത്തെ ഒരാൾ ആദ്യം ഒരു 60 ഡിഗ്രി, അതിൻ്റെ ടോപ്പ് 60 ഡിഗ്രി കാണുന്നു. അയാൾ 10 മീറ്റർ പുറകിലോട്ട് മാറി നോക്കിയപ്പോൾ അതിൻ്റെ ടോപ്പ് കാണുന്നത് എത്ര ഡിഗ്രിയിലാണ്? ഇല്ലേ, 30 ഡിഗ്രിയിലാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ ചോദിച്ചത്. ഒരു റഫ് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ ഇതിന് റഫ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്കെ അല്ലേ, ഇതാണ് നമ്മുടെ ഇവിടെ ബോയുടെ ഹൈറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ബോയെ വരയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ അല്ലേ? ആ വ്യക്തിയെ വരയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ട്രീ എന്ന് വിചാരിക്കുക. സോ ഞാൻ ട്രീ വരച്ചിട്ടുണ്ട്. അപ്പോൾ എ ക്വസ്റ്റ്യൻ റഫ് ഫിഗർ ആണ്. ഓക്കെ അല്ലേ? ആ റഫ് ഫിഗറാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും പറയുന്നത്. റെഡി അല്ലേ? ഇനി നോക്കിക്കോളൂ കേട്ടോ, ഐഡിയ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ്, ഓക്കെ, ഇതാണ് ട്രീ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ റിവർ. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ റിവർ. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ റിവർ. ഓക്കെ, അദ്ദേഹം ആദ്യം കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? അദ്ദേഹം ആദ്യം കാണുന്ന ആംഗിൾ എത്രയാണ്? അല്ലേ, ഫസ്റ്റ് ഇദ്ദേഹം കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആ ഹൈറ്റ് കാണുന്ന 60 ഡിഗ്രിയിലാണ് കാണുന്നില്ല, 60 ഡിഗ്രിയിലാണ് ആദ്യം കാണുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ തന്നെയൊക്കെ മനസ്സിലായി കാണും ക്വസ്റ്റ്യൻ റേഷ്യോയിലോട്ടാണ് പോകുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? പിന്നെ ഇദ്ദേഹം 10 മീറ്റർ പുറകിലോട്ട് വരികയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അടുത്ത് നോക്കുമ്പോൾ ആംഗിൾ കൂടുതലും ബാക്കിലോട്ട് വരുമ്പോൾ ആംഗിൾ കുറവായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഫിഗർ വരയ്ക്കാൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ അല്ലേ? സോ ഇതാ പിന്നീട് അദ്ദേഹം കാണുന്ന എത്ര? 10 മീറ്റർ പുറകിലോട്ട് വന്ന ശേഷം, അപ്പോൾ ഈ ഒരു ലെങ്ത് ആണ്, ഇത്രയും ദൂരം അയാൾ പുറകിലോട്ട് വന്നു. ഓക്കെ അല്ലേ? ഇത് റിവർ ആയിരുന്നു. റിവറിന്റെ അറ്റത്താണ് മരുള്ളത്, ഈ സൈഡിലാണ് ഇയാളുള്ളത്. ഓക്കെ അല്ലേ? 10 മീറ്റർ പുറകിലോട്ട് വന്നപ്പോൾ 10 ഡിഗ്രിയിലാണ് കാണുന്നത്, 30 ഡിഗ്രിയിലാണ് കാണുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ റഫ് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു. സോ റഫ് ഡയഗ്രാം നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ചോദിച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് വിഡ്ത്ത് ഓഫ് റിവർ ആൻഡ് ഹൈറ്റ് ഓഫ് ട്രീ. ഓക്കെ അല്ലേ? ഈ റിവറിന്റെ വിഡ്ത്ത് എത്രയാണ്, വീതി എത്രയാണ്, ഈ ട്രീയുടെ ഹൈറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ റേഷ്യോ വരുന്ന ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. നിങ്ങൾ നോക്കിയേ, ഈ ആംഗിൾ 60 അല്ലേ, ഇവിടെ മുതൽ ഇവിടെ വരെ പ്രൊട്ടാക്ടർ അല്ലേ, ടോട്ടൽ 180 അല്ലേ. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് എത്രയായിരിക്കും അല്ലേ? ഞാൻ വേറെ ഇങ്ങോട്ട് കാണിക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ അല്ലേ? നോക്കിക്കോളൂ. ഓക്കെ, ഇത് 60 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നോക്കി നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര വരിക. ടോട്ടൽ 60 ആണ്, എത്ര വരിക? 120 ആവണ്ടേ, 120 ഡിഗ്രി ആവണ്ടേ. ഓക്കെ അല്ലേ? ഈ ഒരു ട്രയാങ്കിൾ എടുത്ത് നോക്കി, നിങ്ങൾ ട്രയാങ്കിൾ പേര് ഞാൻ വായിക്കാം, ABCD എന്ന് പേര് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഈ ട്രയാങ്കിൾ എടുത്തോട്ടെ, ഞാൻ പറയുന്ന ട്രയാങ്കിൾ നോക്കിട്ടോ. അപ്പോൾ ബി ക്വസ്റ്റിനോട്ട് ഞാൻ പോകുന്നു കേട്ടോ. ബി ക്വസ്റ്റിനോട്ട് പോകുന്നത്. എ ക്വസ്റ്റ്യൻ ഫിഗർ വരച്ചിട്ടുണ്ട് ഞാൻ. ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞ ട്രയാങ്കിളിന്റെ പേര് വായിക്കുക, ട്രയാങ്കിൾ. ഓക്കെ അല്ലേ? ഈ ഫസ്റ്റ് ട്രയാങ്കിൾ വായിച്ചൊക്കെ പേര് ABD എന്ന് പറയുന്ന ട്രയാങ്കിളുകൾ നോക്കിയിട്ടോ. ഈ ആംഗിൾ 30, ഇത് 120. ഒരു ട്രയാങ്കിൾ ടോട്ടൽ ആംഗിൾ എത്ര വരാൻ പാടുള്ളൂ? 180 ആണ്. ഈ 30 ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ തന്നെ 150 ആയി. അപ്പോൾ ഈ ആംഗിൾ എത്ര ആവണം? 30 ഡിഗ്രി ആവണം. ഇനി ആ ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ. 30 അല്ലേ, 30 ഡിഗ്രി, അഗെയിൻ ഒരു 30 ഡിഗ്രി, ദെൻ ആരാണ്? 120. ഓക്കെ അല്ലേ? രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിൾ എന്ത് വിളിക്കും നമ്മൾ? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ അല്ലേ, ഐസോസിലസ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഐസോസിലസ് ആണ് പ്രത്യേകത, ഈ ഈക്വൽ ആംഗിൾ, തുല്യ ആംഗിൾസിന് ഓപ്പോസിറ്റ് സൈഡ്സ് എന്താവും? തുല്യമാവും. ഈ 30-നെതിരെ എത്രയാണ്? 10 ആണ്. അപ്പൊ ഈ 30-നെതിരെ ആവണം 10 മീറ്റർ ആവണം. ഐഡിയ മനസ്സിലായല്ലോ? ഈക്വൽ ആംഗിൾസ്, തുല്യ ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ 30ക്ക് ഓപ്പോസിറ്റ് 10 മീറ്റർ ആണെങ്കിൽ ഈ 30ക്ക് ഓപ്പോസിറ്റ് എന്തിനാവണം? 10 മീറ്റർ. അപ്പം നമുക്ക് ഈ ഒരു ലെങ്ത് കിട്ടിയതിന് 10 മീറ്റർ. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നമ്മുടെ ഉള്ളിലത്തെ ട്രയാങ്കിളോട്ട് വന്നു കഴിഞ്ഞാൽ, ട്രയാങ്കിൾ, ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഐസോസിലസ് ആണ്. അവിടെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ലെങ്ത് കിട്ടിയത് കേട്ടോ. ഇത് ഐസോസിലസ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഇനി ട്രയാങ്കിളോട്ട് വരാം. ഈ ട്രയാങ്കിളിന്റെ പേരൊന്ന് വായിച്ചിട്ട് നിങ്ങൾ പറ. BCD അല്ലേ? BCD എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിൾ, ഈ ആംഗിൾ 90 ആണ് അല്ലേ? ട്രീ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നുണ്ടാവും, അസ്യൂം ചെയ്യുന്നു അല്ലേ? അപ്പൊ ഇത് 90, ഇത് 60, ഇത് എത്രയായിരിക്കും? അപ്പോൾ 30 ഡിഗ്രി. ഓക്കെ അല്ലേ? അപ്പൊ ആ ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കി. ചെറുതെന്ന് വലുതിലോട്ട് പറയണമെങ്കിൽ നമ്മൾ റേഷ്യോ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ആംഗിൾസ് ഏതൊക്കെയായിരുന്നു അല്ലേ? 30 ഡിഗ്രി, അതുപോലെ 60 ഡിഗ്രി, അതുപോലെ 90. നമുക്ക് റേഷ്യോ ആക്കിയിട്ട് പറയാം അല്ലേ? 30 ഡിഗ്രി, അതുപോലെ 30:60:90 അല്ലേ? അപ്പോൾ ഇവർക്ക് എല്ലാം ഓപ്പോസിറ്റ് സൈഡ്സ് ഏത് റേഷ്യോയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1:√3:2 ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ?
ഇതിൽ ആർക്ക് ഓപ്പോസിറ്റ് നമുക്കറിയാം 90ക്ക് ഓപ്പോസിറ്റ് എത്രയാണ് 10 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് എത്രയാണ് 10 ആണ് അല്ലേ. അപ്പം 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവർ കൊടുത്ത വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവർ കൊടുത്ത വാല്യൂ എത്രയാണ് 10 ആണ്. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 10. മുമ്പ് പറഞ്ഞത് 2ന് കറസ്പോണ്ടിങ് 2 പേര് 10 ആണെങ്കിൽ ഒരാൾ എത്ര ഉണ്ടാവുള്ളൂ 5 ഉണ്ടാവുള്ളൂ. ഇത് 1 ആണെങ്കിൽ ഇത് 1√3. അപ്പോൾ ഇത് 5 ആണെങ്കിലോ ഇത് 5√3 ആണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ, ഐഡിയ മനസ്സിലായാലോ. അപ്പം 90ക്ക് ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് 5√3 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് എത്രയാണ് 5 ആണ്. ഓക്കെ അല്ലേ. ഇനി അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആൻസർ പറയാൻ നമുക്ക് നോക്കി. അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് വിഡ്ത്ത് ഓഫ് റിവർ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് റിവർ ആണ്. സോ വിഡ്ത്ത് ഓഫ് റിവർ എന്ന് പറയുന്നത് അതിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിഡ്ത്ത് ഓഫ് റിവർ അല്ലേ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിഡ്ത്ത് ഓഫ് റിവർ. ഓക്കെ അല്ലേ. അപ്പോൾ വിഡ്ത്ത് ഓഫ് റിവർ എന്ന് പറയുന്നത് എത്രയാണ് വിഡ്ത്ത് ഓഫ് റിവർ അല്ലേ. വിഡ്ത്ത് ഓഫ് റിവർ ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും ആൻസർ നിങ്ങൾ ആലോചിച്ച് നോക്കി. വിഡ്ത്ത് ഓഫ് റിവർ എന്ന് പറഞ്ഞാൽ ആർക്ക് ഓപ്പോസിറ്റ് ആണ് 30ക്ക് ഓപ്പോസിറ്റ് ആണ്. എത്രയാണ് 5 മീറ്റർ. മറ്റേത് മീറ്ററിലായതുകൊണ്ട് ഇത് മീറ്ററിൽ എഴുതണം. പിന്നെ അവർ ചോദിച്ചത് എന്താണ് ഹൈറ്റ് ഓഫ് ട്രീ. ഹൈറ്റ് ഓഫ് ട്രീ ഓക്കെ ഹൈറ്റ് ഓഫ് ട്രീ ഇല്ലേ. ഹൈറ്റ് ഓഫ് ട്രീയുടെ ഉയരം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഹൈറ്റ് ഓഫ് ട്രീ എന്ന് പറയുന്നത് നോക്കി ഈ ട്രീ ആർക്ക് ഓപ്പോസിറ്റ് 60ക്ക് ഓപ്പോസിറ്റ് ആണ്. എത്രയാണ് അപ്പോൾ 5√3 മീറ്റർ. ഐഡിയ മനസ്സിലായാലോ. ഇത്രയുള്ള ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് റേഷ്യോ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. റേഷ്യോ അല്ലാതെയും ക്വസ്റ്റ്യൻ ചോദിക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇനി നോക്കിക്കോളൂ. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയും. 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പറയും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ കേട്ടോ. അതായത് മലയാളം മീഡിയക്കാരും ഇതേപോലെ മനസ്സിലാക്കിയാൽ മതി. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ വ്യത്യാസത്തോളൂ 1.6 മീറ്റർ ഉയരമുള്ളൊരു വ്യക്തിയാണ് നോക്കുന്നത്. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യന് വ്യക്തിയുടെ ഉയരം പറഞ്ഞു, വ്യക്തിയുടെ ഉയരം പറഞ്ഞു. പിന്നെ അയാൾ പുറകിലോട്ട് വരുന്നത് 20 മീറ്റർ. നേരത്തെ ക്വസ്റ്റ്യനിൽ അത് 10 മീറ്റർ. വ്യത്യാസങ്ങൾ ഞാൻ ആദ്യം ഒന്ന് പറയാം കേട്ടോ. 20 മീറ്റർ ആണ്. പിന്നെ ആദ്യം അയാൾ കാണുന്ന 70 ഡിഗ്രി ആണ്. രണ്ടാമത് കാണുന്നത് 35 ഡിഗ്രി ആണ്. സോ ഏകദേശം ഇത്ര വരെ സെയിം ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ഓക്കെ അല്ലേ. അതായത് 1.6 മീറ്റർ ഉയരമുള്ള ഒരാൾ ഒരു റിവറിന്റെ അറ്റത്ത് നിൽക്കുന്ന ഒരു മരത്തിന്റെ മുകളറ്റം ആദ്യം 70 ഡിഗ്രി കാണുന്നു. പിന്നെ അദ്ദേഹം 20 മീറ്റർ ബാക്കിലോട്ട് വന്ന ശേഷം ആ മരത്തിന്റെ തന്നെ മുകളറ്റം അയാൾ എത്ര ഡിഗ്രിയിലാണ് കാണുന്നത് 35 ഡിഗ്രിയിലാണ് കാണുന്നത്. ഒക്കെ മേൽക്കോണാണ്. അതായത് ആംഗിൾ ഓഫ് എലവേഷൻ ആണ്. കഴിഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ 2 കൂട്ടർക്കും ശ്രദ്ധിച്ചിരിക്കുക. ഫുള്ളായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ചിത്രം വരയ്ക്കാൻ പോകും നമ്മൾ. ഓക്കെ അല്ലേ. ജസ്റ്റ് സ്ലൈഡ് ചെറുതാക്കുക. ക്വസ്റ്റ്യൻ ഒക്കെ മനസ്സിലായല്ലോ അല്ലേ. ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ. ആ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞത് 10 മീറ്ററുള്ളത് 20 മീറ്ററായി, കോണുകൾ മാറി, ആംഗിൾ മാറി 70 35 ആയി. ചിത്രം വരയ്ക്ക് നോക്കിയുള്ളൂ. പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക വ്യക്തിയുടെ ഉയരം തന്നിട്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരും ആൻസർ ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഓക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ മാറ്റങ്ങൾ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീ എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ. ഇതാണ് നമ്മുടെ മരം. ഓക്കെ അല്ലേ. പക്ഷെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഒരു ഉയരം പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തിയുടെ ഉയരം ആദ്യം പരിഗണിക്കുക നമ്മൾ 1.6 മീറ്റർ ആണ്. ഓക്കെ അല്ലേ. ആദ്യം തന്നെ അതന്നെ വരച്ചിടുക. ഓക്കെ അദ്ദേഹം ആദ്യം നിന്നിരുന്നത് ഇവിടെയാണ് കേട്ടോ. ഓക്കെ അല്ലേ. ആദ്യം അദ്ദേഹം കാണുന്നത് എത്ര ഡിഗ്രിയിലാണ് 70 ഡിഗ്രിയിലാണ് കാണുന്നത്. അടുത്ത് നിൽക്കുമ്പോൾ കോണ് കൂടുന്നു പറയാം. ഓക്കെ അല്ലേ. പിന്നെ അദ്ദേഹം 20 മീറ്റർ എന്ത് ചെയ്തു പുറകിലോട്ട് വന്നു അല്ലേ. 20 മീറ്റർ അദ്ദേഹം പുറകിലോട്ട് വന്നിട്ട് അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് എത്ര ഡിഗ്രിയിലാണ് കാണുന്നത് അല്ലേ. എത്ര ഡിഗ്രിയിലാണ് കാണുന്നത് 35 ഡിഗ്രിയിലാണ് അദ്ദേഹം കാണുന്നത്. 35 ഡിഗ്രിയിലാണ് കാണുന്നത്. ഓക്കെ അല്ലേ. ഇനി മുമ്പത്തെ ചെയ്ത് അതേപോലെ ക്വസ്റ്റ്യൻ മുന്നോട്ട് പോവുക. ഇത് 70 ആണെന്നുണ്ടെങ്കിൽ ഈ കോൺ എത്ര ഏക്കറം ഒരു പൊട്ടാക്ടർ ആണല്ലോ ടോട്ടല്. അപ്പോൾ ഇവിടെ ഒരു 30 വരാണ്ട് അപ്പോൾ 110 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇവിടെ 35. അപ്പോൾ നാളത്തെ അതേപോലെ ഈ കോൺ ഇതെപ്പോഴും ഒരു സമപാർശ്വം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ അത് 110 35 ഇതൊന്ന് സെയിം ആയിരിക്കും 35 ആയിരിക്കും. ഓക്കെ അല്ലേ. തുല്യ ആംഗിൾസിന് തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും തുല്യമായിരിക്കും. സൈഡ്സ് തുല്യമായിരിക്കും. ഈ 35ന് ഓപ്പോസിറ്റ് 20 ആണെങ്കിൽ ഈ 35ന് ഓപ്പോസിറ്റ് എന്തെന്നെ ആവണം 20 തന്നെ ആവണം. നിർബന്ധമാണ്. ഓക്കെ അല്ലേ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഫിഗർ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. A B C ഓക്കെ ആണല്ലോ. ABC ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ ട്രയാങ്കിളോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിയപ്പോൾ ഇത് 20 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി A ക്വസ്റ്റ്യൻ നമ്മൾ ഏകദേശം ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞത്. ഫിഗർ വരയ്ക്കാൻ വരച്ചിട്ടുണ്ട്. B ക്വസ്റ്റ്യനോട്ട് വരുമ്പോൾ ഈ റിവർ ഇതാണ് റിവർ അല്ലേ. ഇതാണ് ഈ റിവർ പുഴയുടെ വീതി. ഇതാണ് റിവർ. ഓക്കെ അല്ലേ. അപ്പോൾ റിവറിൻ്റെ വീതി കാണാം. ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് റിവറിൻ്റെ വീതി കാണാം. റിവറിൻ്റെ വീതിയും അതേപോലെ നമുക്കറിയാം കർണവും ഹൈപ്പോട്ടന്യൂസും അറിയാം. ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആരാ നമുക്ക് അടുത്തുള്ള വശവും അറിയാം, അതേപോലെ വലിയ സൈഡും അറിയാം, ഹൈപ്പോട്ടന്യൂസും അറിയാം. ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആരാണ് സമീപവും അതേപോലെ ഹൈപ്പോട്ടന്യൂസും. കാരണം കണക്ട് ചെയ്യുന്ന ആരാണ് കോസ് ആണ് അല്ലേ. അപ്പോൾ കോസ് 70 കണ്ടാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാം. കോസ് 70 എന്ന് പറഞ്ഞ എന്താണ് അല്ലേ. കോസ് 70 എന്ന് പറഞ്ഞ എന്താണ് അഡ്ജസ്റ്റന്റ് അല്ലേ. സമീപവശം ബൈ കർണം. കർണം എന്ന് പറഞ്ഞ ആരാ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. കർണം എന്ന് പറഞ്ഞ ആരാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ കോസ് 70ൻ്റെ വാല്യൂ അവിടെ കോസ് തന്നിട്ട് 0.3 ആണ്.
0.3 ആണ്. അഡ്ജസ്റ്റൻ്റ് അറിയുമ്പോൾ റിവറാണ്. അപ്പോൾ ഞാൻ 6 എന്ന് കൊടുക്കണം. റിവറാണ് കാണുന്നത് ഇല്ലേ? കാരണം ഹൈപ്പോട്ടനീസ് ആണ് കാരണം. അത് എത്രയാണ്? 20. ഓക്കെ അല്ലേ? സോ 6 റിവറാണ് കാണേണ്ടത്. അപ്പോൾ 0.3 ഗുണിക്കണം 20 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ പുഴയുടെ വീതി അല്ലെങ്കിൽ റിവർ. ഓക്കെ അല്ലേ? അപ്പോൾ റിവർ എന്ന് കിട്ടി. റിവറിൻ്റെ വീതി കിട്ടിയതിന് എത്രയാണ്? 0.3 ഗുണിക്കണം 2 എത്ര വരിക ഇല്ലേ? 6 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 6 മീറ്റർ. റെഡി അല്ലേ? അപ്പോൾ പുഴയുടെ വീതി അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് റിവർ ഇല്ലേ? വിഡ്ത്ത് ഓഫ് റിവർ കിട്ടിയിട്ടുണ്ട്. വിഡ്ത്ത് ഓഫ് റിവർ. ഓക്കെ അല്ലേ? അപ്പോൾ വിഡ്ത്ത് ഓഫ് റിവർ എന്ന് പറയുന്നത് എത്ര കിട്ടിയിട്ടുണ്ട്? വിഡ്ത്ത് ഓഫ് റിവർ ഇസ് ഈക്വൽ ടു 6 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി ഇതേപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്താൽ മതി നിങ്ങൾ ഈ മരത്തിൻ്റെ ഉയരം. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് മരത്തിൻ്റെ ഉയരം കാണുമ്പോൾ. ഓക്കെ അല്ലേ? നമ്മൾ ആദ്യം കിട്ടും നോക്കി ഈ ട്രയാങ്കിൾ എ ബി സി ആണ് കാണുന്നത്. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിനെ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഈ കോൺ 90 ഡിഗ്രി 90 ഡിഗ്രി ആണല്ലോ. ഇനി നമുക്കറിയേണ്ടത് മരമാണ് കാരൻ്റെ. അപ്പോൾ മരം എന്ന് പറഞ്ഞാൽ 70-ന് എതിരാണ്, ഓപ്പോസിറ്റ് ആണ്. ഓക്കെ അല്ലേ? പിന്നെ നമുക്കറിയുന്ന ഹൈപ്പോട്ടനീസ് ആണ്. അപ്പോൾ എതിർവശവും കർണവും ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനീസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ആരാ? സൈൻ ആണ്. അപ്പോൾ സൈൻ 70 കാണും നിങ്ങൾ. സൈൻ 70 കാണും. ഓക്കെ അല്ലേ? സൈൻ 70 എന്ന് പറയുമ്പോൾ ആരാണ്? എതിർവശം ആരാ? ബി സി. മരം ഫുള്ളായിട്ടില്ല, ബി സി ആണ് കിട്ടുക. ബി സി ബൈ ആരാ? 20 ഇല്ലേ? കാരണം അല്ലെങ്കിൽ ഹൈപ്പോട്ടനീസ്. ഓക്കെ അല്ലേ? സൈൻ 70-ന്റെ വാല്യൂ അവിടെ ഉണ്ട്. എത്ര? സൈൻ 70-ന്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ട് എത്രയാണ്? 0.9 ആണ്. 0.9 ഈസ് ഈക്വൽ ടു ബി സി ബൈ 20 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അത് ഇങ്ങോട്ട് ഗുണിക്കുക. 0.9 ഗുണിക്കണം 20 എന്ന് വരും. ക്ലിയർ അല്ലേ? അതാണ് നമ്മുടെ ബി സിയുടെ നീളം. ഓക്കെ അല്ലേ? അപ്പോൾ ബി സിയുടെ നീളം എന്ന് പറയുന്നത് എത്ര കിട്ടും? 18 മീറ്റർ എന്ന് കിട്ടും. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെയാണ് എത്ര? 18 മീറ്റർ എന്ന് കിട്ടിയില്ല. പക്ഷെ അത് ട്രീ കംപ്ലീറ്റ് ആയില്ല. ട്രീ എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടം വരെ അല്ലേ? അപ്പോൾ ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഹൈറ്റും കൂടി നമ്മൾ കൂട്ടേണ്ടിയിരിക്കുന്നു. ഓക്കെ അല്ലേ? കാരണം ഞാനങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഉയരാൻ എടുത്തിട്ടുള്ളത്. റെഡി അല്ലേ? അപ്പോൾ ഈ ഒരു ഉയരം കൂടി കൂട്ടുമ്പോഴേ മരം എന്ന് പറയുന്നത് തറയുന്നാണല്ലോ പൊന്തി വരിക. ഓക്കെ അല്ലേ? തറയുന്നാണല്ലോ അത് ഉത്ഭവിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഹൈറ്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ ഈ 1.6 മീറ്ററും കൂടി കൂട്ടിയാലേ യഥാർത്ഥ ഉയരം കിട്ടുള്ളൂ. മരത്തിൻ്റെ ട്രീയുടെ യഥാർത്ഥ ഉയരം കിട്ടുള്ളൂ. സോ ഹൈറ്റ് ഓഫ് ട്രീ എന്ന് പറയുന്നത് അല്ലേ? ഹൈറ്റ് ഓഫ് ട്രീ, മരത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ട്രീ ഈസ് ഈക്വൽ ടു ആ 1.6 മീറ്ററും കൂട്ടേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ 18 പ്ലസ് എന്ത് വരും? 1.6 എന്ന് പറയുമ്പോൾ ആൻസർ എന്ത് വരും? 19.6 മീറ്റർ ആണെന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ട്രീയുടെ യഥാർത്ഥ ഉയരം എന്ന് പറയുന്നത് 19.6 മീറ്റർ ആണ്. ഐഡിയ മനസ്സിലായല്ലോ? സോ ഈ ക്വസ്റ്റിന് കഴിഞ്ഞ ക്വസ്റ്റിന് വ്യത്യാസം ഞാൻ പറയുന്നത്. ഓക്കെ അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ അംശബന്ധ റേഷ്യോ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ സൈനും കോസും എടുത്ത് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ നല്ലപോലെ മനസ്സിലാക്കി പഠിക്കുക.